ഹലോ എവ്രി വൺ. സോ നമ്മളിത് പഠിക്കാൻ പോകുന്നത് ഡാറ്റ അനാലിസിസ് എന്ന പേപ്പറാണ്. ഈ പേപ്പറിൽ ഏകദേശം 11 ചാപ്റ്റേഴ്സ് ഉണ്ട്. അഥവാ മാത്സ്, കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, പിന്നെ അതിൻ്റെ കുറച്ച് ഫങ്ഷൻസ് ഒക്കെ, അതൊക്കെ ആപ്ലിക്കേഷനിൽ എങ്ങനെ യൂസ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ പേപ്പറുകൾ മൊത്തം നമുക്കിന്ന് പഠിക്കാനുള്ളത്. അഥവാ നമുക്ക് ഏത് ഡൊമൈൻ പഠിക്കുകയാണെങ്കിലും, അഥവാ സൈക്കോളജി ആവട്ടെ, ഇത് എക്കണോമിക്സ് ആവട്ടെ, സയൻസ് ആവട്ടെ, ഇനി എഞ്ചിനീയറിംഗ് ആവട്ടെ, ഏത് ഡൊമൈൻ പഠിക്കുകയാണെങ്കിലും അവർക്കെല്ലാം ആവശ്യമായ ഒരു പേപ്പറാണ് അല്ലെങ്കിൽ ഒരു വിഷയമാണ് ഡാറ്റ അനാലിസിസ് എന്നുള്ളത്. അഥവാ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ അത് അനലൈസ് ചെയ്ത് അതിൽ നിന്ന് ഇൻസൈറ്റ്സ്, പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി ആ പുതിയ ഇൻസൈറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിന് സഹായമാകുന്ന രീതിയിൽ നമ്മുടെ പുതിയ തീരുമാനങ്ങൾ എടുക്കാനും മറ്റു കാര്യങ്ങൾക്കോ നമ്മുടെ പഠനത്തെ റിപ്പോർട്ടുകൾ ഉണ്ടാക്കാനും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ ഡാറ്റ അനാലിസിസ് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ്സ് അഥവാ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് മാത്സ്, അഥവാ നമ്മൾ 10ലും 12ലൊന്നും ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടായേക്കാം അല്ലെങ്കിൽ പഠിക്കാത്തതുമായ കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കാര്യമായിട്ട് നമുക്കിന്ന് പഠിക്കാൻ പോകുന്നത് സെറ്റുകളെ കുറിച്ച്, റിലേഷൻസിനെ കുറിച്ച്, ഫങ്ഷൻസിനെ കുറിച്ചൊക്കെയാണ് നമുക്കിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എത്ര പേർ ഇതിനു മുമ്പ് സെറ്റുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്? ഓക്കെ, അഥവാ സെറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സ് ആണ്. അപ്പോൾ അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്താക്കാം, ഈ ചാപ്റ്ററിന്റെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ഈ ചാപ്റ്റർ പഠിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉപകാരങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അതല്ലെങ്കിൽ പാഠം പഠിച്ചത് കൊണ്ട് നമുക്ക് അത് എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, അഥവാ നമുക്ക് പ്രധാനമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ എന്താണ്, സ്റ്റുഡന്റ് ഡാറ്റ അനാലിസിസ്, അഥവാ ഒരുപാട് സ്റ്റുഡൻസിന്റെ ഡാറ്റ അനലൈസ് ചെയ്തെടുക്കുക, അതല്ലെങ്കിൽ സൈക്കോളജിയുടെ ഭാഗമായിട്ട് വരുന്ന ബിഹേവിയറൽ പാറ്റേൺസ്, അഥവാ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് കൂടുതലും സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് ബിഹേവിയറൽ പാറ്റേൺസ് മനസ്സിലാക്കുക, അതല്ലെങ്കിൽ സൈക്കോളജിക്കൽ മോഡലിംഗ്, അഥവാ കുട്ടികളുടെ എല്ലാം ബിഹേവിയറിലും പെർഫോമൻസിലും ഒക്കെ വരുന്ന മാറ്റങ്ങൾ മാത്തമാറ്റിക്സ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ മനസ്സിലാക്കാം, അത് അനലൈസ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു പേപ്പർ കൊണ്ട് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്. പിന്നെ ആദ്യം പഠിക്കാനുള്ളത് 5 സ്റ്റെപ്പ് മാത്തമാറ്റിക്കൽ മോഡലിംഗ് പ്രോസസ് ആണ്. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അഥവാ എന്ത് പഠനം നടത്തേണ്ടതെങ്കിലും ഈ ഒരു 5 സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. അഥവാ 5 സ്റ്റെപ്പ് മാത്തമാറ്റിക്കൽ മോഡലിംഗ് പ്രോസസ്, അഥവാ 5 സ്റ്റെപ്പുള്ള ഒരു മാത്തമാറ്റിക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു മോഡലിംഗ് പ്രോസസ്, അഥവാ ഏത് പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷനിലേക്ക് എത്താനുള്ള ഒരു പ്രോസസ്സാണ് ഈ സംഭവം. ഇത് എക്സാമിന് എന്തായാലും വരാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഈ ഭാഗം എന്തായാലും കൃത്യമായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കണമെന്ന് പറയാണ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്, ഐഡന്റിഫൈ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, കണ്ടെത്തുക, അഥവാ ഐഡന്റിഫൈ ദ പ്രോബ്ലം. എന്താണ് ഇവിടുത്തെ പ്രോബ്ലം എന്ന് കൃത്യമായി മനസ്സിലാക്കുക. ഉദാഹരണത്തിന് ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ എല്ലാം മാർക്ക് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അഥവാ 10ാം ക്ലാസ്സിൽ SLCക്ക് അരക്കൊല്ല പരീക്ഷയ്ക്കുള്ള മാർക്ക്, പരീക്ഷയ്ക്കുള്ള മാർക്ക് വളരെ കുറവാണ്. അത് ഓരോ വർഷം കൂടുന്തോറും അതിങ്ങനെ കുറഞ്ഞു വരികയാണ്. അപ്പൊ അവിടെ ഒരു പ്രോബ്ലം ഉണ്ട് എന്നുണ്ടാക്കുക, ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുക, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ, എന്തുകൊണ്ട്, അപ്പോൾ സൈക്കോളജിന്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ നമ്മുടെ പ്രോബ്ലം എന്താണ്, വൈ ദ ടെസ്റ്റ് പെർഫോമൻസ് ഈസ് ഡിക്രീസിങ്, എന്തുകൊണ്ടാണ് ടെസ്റ്റിലെ കുട്ടികളുടെ പെർഫോമൻസിലെ സ്കോർ ഉണ്ടാകുന്നത്, കുറഞ്ഞു വരുന്നത്, അതാണ് നമ്മുടെ പ്രോബ്ലം. ഓക്കെ, എന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഫോർമുലേറ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രോബ്ലത്തെ എന്താക്കുക, ഒരു ഫോർമുലയാക്കി ചെയ്യുക. എന്ത്, അപ്പോ ഈ പെർഫോമൻസ് എന്നുള്ളത് എന്താണ്, ഫങ്ഷൻ ഓഫ് ആങ്സൈറ്റി ലെവൽ. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, അഥവാ ആങ്സൈറ്റിക്ക് അനുസരിച്ചാണ് പെർഫോമൻസ് വരുന്നത് എന്ന് നമ്മൾ കണ്ടെത്തി. അഥവാ കുട്ടികളുടെ ഡിപ്രഷനും ആങ്സൈറ്റിയും അവരുടെ പെർഫോമൻസും തമ്മിൽ എന്തൊരു ബന്ധമുണ്ട്. അഥവാ ആങ്സൈറ്റിയും ഡിപ്രഷനും കൂടുകയാണെങ്കിൽ പെർഫോമൻസ് കുറയും എന്ന് നമ്മൾ
കൂടാൻ കുറയാൻ ചാൻസ് ഉണ്ട് എന്നുണ്ടാക്കി നമ്മളൊരു കണ്ടെത്തി. അങ്ങനെ ഒരു എന്താക്കി ഒരു ഫോർമുല നമ്മൾ ഉണ്ടാക്കി. ഇതിനെ എന്താ പറയുക, ക്രിയേറ്റ് എ മാത്തമാറ്റിക്കൽ മോഡൽ എന്നുള്ളതാണ് എന്ത് ഈ രണ്ടാമത്തെ ഈ സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് എന്ത് സോൾവ്. സോൾവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഫോർമുല സോൾവ് ചെയ്യുക. അഥവാ എന്താ ഈ ഫോർമുല വെച്ച് നമ്മൾ എന്ത് കണ്ടെത്തണം, എപ്പോഴാണ് ആങ്സൈറ്റിയും അഥവാ ഡിപ്രഷനും പെർഫോമൻസും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് നമ്മൾ കണ്ടെത്തണം. അതായത് നമ്മൾ അത് സോൾവ് ചെയ്ത് നമ്മൾ കണ്ടെത്തിയ ബന്ധം എന്താണ്, ഡിപ്രഷൻ കൂടുന്നതിനനുസരിച്ച് എന്ത് പെർഫോമൻസ് കുറയുന്നുണ്ട്. അതാണ് എന്ത് ബന്ധം. ഓക്കെ, ഇതാണ് എന്ത് മാത്തമാറ്റിക്കൽ സൊല്യൂഷൻസ് എന്നുള്ള ഈ മൂന്നാമത്തെ സ്റ്റേജ്. ഇനി നാലാമത്തെ സ്റ്റേജ് ആണ് എന്ത് ഇന്റർപ്രറ്റ്. ഇന്റർപ്രറ്റ് എന്ന് പറയുകയാണെങ്കിൽ ആങ്സൈറ്റി ഡിപ്രഷനും കൂടുന്നതിനനുസരിച്ച് പെർഫോമൻസ് കുറയുന്നുണ്ട്. ഈ പെർഫോമൻസ് കുറയുമ്പോൾ മാർക്കും കുറയുന്നുണ്ട്. അപ്പൊ അതിനെ നമ്മൾ എന്താക്കണം, ഇന്റർപ്രറ്റ് ചെയ്യണം, അതിനെ നമ്മൾ പഠിക്കണം. അതിനെന്ത് പറയാ, ഇന്റർപ്രിറ്റേഷൻസ് എന്ന് പറയാ. അഥവാ അനലൈസ് ചെയ്യുക, റിസൾട്ട് കിട്ടുന്ന റിസൾട്ട് എന്താക്കുക അനലൈസ് ചെയ്യുക, നമ്മുടെ എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ ഡിപ്രഷൻ ഉണ്ടാവാനുള്ള കാരണം എന്നൊക്കെ പഠിക്കുക. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക നാലാമത്തെ സ്റ്റെപ്പിൽ വരിക. ഈ അഞ്ചാമത്തെ സ്റ്റെപ്പിൽ വരുന്നതാണ് എന്ത് വെരിഫൈ. വെരിഫൈ എന്ന് പറയുകയാണെങ്കിൽ കമ്പയർ വിത്ത് ദ ആക്ച്വൽ ടെസ്റ്റ് സ്കോർസ്. അഥവാ ശരിക്കുള്ള ആങ്സൈറ്റി ഒന്നും ഇല്ലായിരുന്നുവെങ്കിൽ കുട്ടികൾക്ക് എത്ര പെർഫോമൻസും ടെസ്റ്റ് സ്കോറും ഉണ്ടാകുമായിരുന്നു എന്ന് എന്താക്കുക അതിനോട് കമ്പയർ ചെയ്യും. ഓക്കെ, അഥവാ ഡിപ്രഷൻ ഉണ്ടാകുമ്പോഴുള്ള പെർഫോമൻസും ഡിപ്രഷൻ ഇല്ലാത്തപ്പോഴുള്ള പെർഫോമൻസും എന്താക്കുക കമ്പയർ ചെയ്യുക. അതാണ് അഞ്ചാമത്തെ വെരിഫൈ എന്നുള്ള സ്റ്റെപ്പ്. ഈ 5 സ്റ്റെപ്പുകൾ അടങ്ങിയതാണ്. അഥവാ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്, ഐഡന്റിഫൈ, ഫോർമുലേറ്റ്, സോൾവ്, ഇന്റർപ്രറ്റ്, വെരിഫൈ. ഈ 5 സ്റ്റെപ്പുകൾ അടങ്ങിയതാണ് എന്ത് 5 സ്റ്റെപ്പ് മാത്തമാറ്റിക്കൽ മോഡലിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താക്കണം, ഈ 5 സ്റ്റെപ്പുകളും ഈ 5 സ്റ്റെപ്പിന്റെ ഉദാഹരണങ്ങളും അതിന്റെ അപ്ലിക്കേഷൻസും എന്താക്കണം പഠിച്ചു വെച്ചിരിക്കണം. ഇതെന്തായാലും എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട്, ഒരു ഭാഗം ആയതുകൊണ്ട് ഈ ഭാഗം നിങ്ങൾ എന്തായാലും കൃത്യമായിട്ട് പഠിക്കണമെന്ന് പറയുകയാണ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, സെറ്റുകളെ കുറിച്ചാണ്. ഓക്കെ, ഈ ചാപ്റ്റർ ഏകദേശം മൊത്തം ചർച്ച ചെയ്യുന്നതിനെ കുറിച്ചാണ്, സെറ്റുകളെ കുറിച്ചാണ്. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പ് സെറ്റുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇതിനു മുമ്പ് കേട്ട സെറ്റുകളൊക്കെ അല്ലെങ്കിൽ നമ്മള് എന്തെങ്കിലും ഓഫർ ഒക്കെ ഉണ്ടാവില്ലേ, ഏതെങ്കിലും റെസ്റ്റോറന്റില്, അതല്ലെങ്കിൽ കോംബോ ഓഫേഴ്സ്, അഥവാ ഒരു സാധനം വാങ്ങിയാൽ ഒരു പ്രൈസ് ആയിരിക്കും. പക്ഷെ 2-3 സാധനങ്ങൾ കൂട്ടി വാങ്ങുകയാണെങ്കിൽ, സെറ്റ് ആയിട്ട് വാങ്ങുകയാണെങ്കിൽ എന്താവും, കുറച്ചും കൂടി ഡിസ്കൗണ്ട് കൂടുതൽ കിട്ടാണ്ട്. അപ്പൊ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കോംബോ ആണ്, ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, അത് തന്നെയാണ് എന്ത് സെറ്റിന്റെ ഡെഫിനിഷനും. സെറ്റ് എന്ന് പറയുകയാണെങ്കിൽ കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ്. ഓക്കെ, അഥവാ അതൊരു കളക്ഷൻ ആണ്, ഒരു കോംബോ ആണ്. ഡിസ്റ്റിങ്, അതിന്റെ കണ്ടീഷൻ എന്താണ്, ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. അഥവാ അതിലുള്ള ഓരോ ഒബ്ജക്റ്റും എന്തായിരിക്കണം, യുണീക്ക് ആയിരിക്കണം. ഓക്കെ, ഉദാഹരണത്തിന് ഒരു സെറ്റിന്റെ ഉദാഹരണമാണ് എന്ത് 1, 2, 3, ഈ 3 നമ്പേഴ്സും ഉള്ള ഒരു ഗ്രൂപ്പ്. ഇതെന്താണ് ഒരു സെറ്റിന്റെ ഉദാഹരണമാണ്. അപ്പൊ സെറ്റ് അല്ലാതെ ഒരു ഉദാഹരണം ഉണ്ട്, ഒരു സെറ്റിൽ 1ഉം 2ഉം പിന്നെ ഒരു 2ഉം ഒരു 3ഉം, 1, 2, 2, 3 അങ്ങനെ അതും സെറ്റ് ആവുമോ? ഇത് സെറ്റ് ആവില്ല. കാരണം എന്താണ്, അതിൽ 2 ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അഥവാ പക്ഷെ എന്ത് സെറ്റ് ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്, അതിലുള്ള എല്ലാ എലമെന്റ്സും എന്തായിരിക്കണം, യുണീക്ക് ആയിട്ട് വരണം എന്നുള്ളതാണ്. ഓക്കെ, അതാണ് സെറ്റിന്റെ ഡെഫിനിഷൻ. സെറ്റിന്റെ ഒരു ഉദാഹരണമാണിത് 1, 2, 3 എന്ന് ഒരു ബ്രാക്കറ്റിൽ എഴുതുന്ന ഒരു സെറ്റ്. പിന്നെ അതിന് വേറൊരു ഉദാഹരണമാണ്, നമ്പേഴ്സ് തന്നെ ആവണമെന്നില്ല, അതിപ്പോ ഒബ്ജക്റ്റിന്റെ പേരാവാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ലെറ്റേഴ്സ് ആവാം, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും പേരുകളാവാം, എന്തും വാക്കുകളാവാം. ഇതൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ നമുക്ക് സെറ്റുകൾ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ സെറ്റിനുള്ള വേറൊരു ഉദാഹരണമാണ് എന്ത് AEIOU, ഈ വൊവൽസിന്റെ 5 അക്ഷരങ്ങളില്ലേ, ഈ 5 അക്ഷരങ്ങളും കൂടി ചേർത്തിട്ട് ഒരു കളക്ഷൻ ഉണ്ടാക്കി, അതിനെന്ത് പറയാ, അതും ഒരു സെറ്റിന്റെ ഒരു ഉദാഹരണമാണ്. ഈ സെറ്റ് എത്ര രീതിയിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും എന്നുള്ളത്, സെറ്റിന് എന്താക്കാം, നമുക്ക് 2 രീതിയിൽ എന്താക്കാം എഴുതാൻ പറ്റും. ഒന്ന് റോസ്റ്റർ ഫോമിലും എഴുതാം, രണ്ടാമത്തത് സെറ്റ് ബിൽഡർ ഫോമിലും എഴുതാം. ഈ റോസ്റ്റർ ഫോമിൽ എഴുതെങ്ങനെയാണ്, അഥവാ ബ്രാക്കറ്റ് ഇട്ട് നമ്മൾ നേരത്തെ എഴുതിയ മാതിരി 1, 2, 3, 4, 5 കോമ കട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത്, ഇതിനാണ് എന്ത് പറയാ,
റോസ്റ്റർ ഫോം എന്ന് പറയാം. ഈ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാലോ, അഥവാ ആ സെറ്റിലുള്ള എല്ലാ എലമെന്റ്സിനെയും ഒറ്റയടിക്ക് പറയുന്നതിന് പകരം അതിന്റെ കണ്ടീഷൻ വെച്ച് എഴുതുന്നതിന് എന്ത് പറയാം, സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയാം. ഉദാഹരണത്തിന് 5 താഴെയുള്ള എല്ലാ നമ്പേഴ്സും എന്നാണ് കണ്ടീഷൻ. ഓക്കെ, അപ്പൊ എന്ത്, നമ്മൾ നോക്കും, ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയിട്ട് എഴുതും എക്സ് ഈസ് എൻ എലമെന്റ്സ് എക്സ്, പിന്നെ ഒരു ബാറ് എക്സ് ഈസ് എൻ നമ്പർ ലെസ് ദാൻ 5, അഥവാ 5 താഴെയുള്ള എല്ലാ നമ്പേഴ്സും അടങ്ങിയ ഒരു സെറ്റ്, അതല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് എന്നൊക്കെ നമ്മൾ ഡെഫിനിഷൻ എഴുതി. അങ്ങനെ ഒരു കണ്ടീഷൻ മാത്രം എഴുതി. അവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, 1 2 3 4 5 ഇങ്ങനെ വ്യക്തമായിട്ട് 5 എടുത്തു പറഞ്ഞ് എഴുതിയില്ല. ഇങ്ങനെ കണ്ടീഷൻ വെച്ച് മാത്രം എഴുതുന്നതിന് എന്ത് പറയാ, സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയാ. ഇനി എല്ലാ എലമെന്റ്സിനെയും എക്സ്പ്ലിസിറ്റ് ആയിട്ട് വളരെ കൃത്യമായിട്ട് ഓരോന്നും എടുത്തെഴുതുന്നതിന് എന്ത് പറയാ, റോസ്റ്റർ ഫോം എന്ന് പറയാം. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ള കൺസെപ്റ്റ് ആണ് എന്ത്, കാർഡിനാലിറ്റി എന്നുള്ളത്. കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഭയങ്കര സിമ്പിൾ ആണ്. കാർഡിനാലിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഒരു സെറ്റിലുള്ള എല്ലാ എലമെന്റ്സിന്റെ നമ്പേഴ്സിനാണ് എന്ത് പറയാ, കാർഡിനാലിറ്റി എന്ന് പറയാം. ഉദാഹരണത്തിന് ഒരു സെറ്റിൽ എ ബി സി ഈ 3 എലമെന്റ്സ് ഉള്ളെങ്കിൽ അതിനർത്ഥം എന്താണ്, ആ സെറ്റിന്റെ കാർഡിനാലിറ്റി 3 ആണ്. ഇനി ഒരു സെറ്റില് നേരത്തെ നമ്മൾ വൊവൽസിന്റെ അക്ഷരങ്ങളില്ലേ, എ ഇ ഐ ഒ യു, ഈ 5 അക്ഷരങ്ങൾ 5 എലമെന്റ്സ് ഉള്ള വൊവൽസിന്റെ സെറ്റ്, അപ്പൊ ആ സെറ്റിന്റെ കാർഡിനാലിറ്റി എത്രയായിരിക്കും, 5 ആയിരിക്കും. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ കാർഡിനാലിറ്റി എന്ന് പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ സെറ്റ്. ഓക്കെ, അത്ര മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇനി അടുത്തതുള്ളത് എന്താണ്, നമ്പർ സെറ്റ് റിലേഷൻഷിപ്പ് ആണ്. അഥവാ എന്ത്, നമ്മൾ ഇതിനു മുമ്പ് 10ലും അല്ലെങ്കിൽ അതിനു മുമ്പൊക്കെ 8ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ ഒക്കെ മാത്സിലൊക്കെ മുമ്പ് പഠിച്ച കുറച്ച് സംഭവങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. കോംപ്ലക്സ് ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കണമെന്നോ അതല്ലെങ്കിൽ മനസ്സിലാക്കണമെന്നൊന്നുമില്ല, മേലെ കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അഥവാ എന്ത്, ഈ മാത്സിൽ ഏകദേശം 6 ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് അതിനു മുമ്പ് എന്ത് കേട്ടിട്ടുണ്ടാവും, നാച്ചുറൽ നമ്പേഴ്സിനെ കേട്ടിട്ടുണ്ടാവും. നാച്ചുറൽ നമ്പേഴ്സ് പറഞ്ഞാൽ നമ്മൾ സാധാരണ എണ്ണുന്ന 1 2 3 4 മുതൽ അവസാനം വരെയുള്ള നമ്പേഴ്സ് എന്ന് പറയാ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാം. അതിലേക്ക് 0 കൂട്ടിയാൽ എന്താകും, ഹോൾ നമ്പേഴ്സ് ആകും. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരം ഏതാണ്, N ആണ്. ഹോൾ നമ്പേഴ്സിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരം ഏതാണ്, W ആണ്. അപ്പൊ ആ Nലേക്ക് 0 കൂട്ടിയാൽ, അത് 1 2 3 4 5 ഇങ്ങനെയുള്ള നമ്പേഴ്സിലേക്ക് അതിന്റെ സൈഡിൽ 0 കൂട്ടിയാൽ, 0 1 2 3 4 മുതലുള്ള എല്ലാ നമ്പേഴ്സും ആണെങ്കിൽ അതിനെന്ത് പറയാ, ഹോൾ നമ്പേഴ്സ് എന്ന് പറയാം. ഇനി എല്ലാ നെഗറ്റീവ് നമ്പേഴ്സിനെയും കൂടി കൂട്ടുകയാണെങ്കിൽ അതെന്താകും, ഇന്റിജേഴ്സ് ആകും. അഥവാ ഹോൾ നമ്പേഴ്സിലേക്ക് നെഗറ്റീവ് നമ്പേഴ്സിനെയും കൂടി കൂട്ടിയാൽ അതെന്തായി, അത് ഇന്റിജേഴ്സ് ആയി. ഇനി ആ ഇന്റിജേഴ്സിലേക്ക് ഫ്രാക്ഷൻസ് പറഞ്ഞാൽ എന്താണ്, 2/3 1/2 4/5 അങ്ങനത്തെ ഫ്രാക്ഷൻസ് ഇല്ല, ആ ഫ്രാക്ഷൻസിനെയും കൂടി കൂട്ടിയാൽ അത് എന്തായി, റാഷണൽ നമ്പേഴ്സ് ആയി. പിന്നെ ഈ റാഷണൽ നമ്പേഴ്സിലേക്ക് ഇറാഷണൽ നമ്പേഴ്സിനെ കൂട്ടിയാൽ അതെന്തായി, റിയൽ നമ്പേഴ്സ് ആയി. ആ റിയൽ നമ്പേഴ്സിലേക്ക് ഇമേജിനറി നമ്പേഴ്സ് എന്ന സംഭവമുണ്ട്, അതിനെയും കൂടി കൂട്ടിയാൽ അതെന്തായി, കോംപ്ലക്സ് നമ്പേഴ്സ് ആയി. ഓക്കെ, ഇത് നമുക്ക് ഏകദേശം ഈ നാച്ചുറൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സും ഇന്റിജേഴ്സും ഒക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളൂ. അവസാനത്തെ 3 നമ്മൾ അധികം ഉപയോഗിക്കാത്ത നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ 6 നമ്പർ സെറ്റിന്റെ ഉള്ളിലുണ്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അഥവാ എന്താണ്, ഏറ്റവും ടോപ്പിൽ വരുന്ന ഏതാണ്, സി ആണ്, അഥവാ കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഈ തലക്കെന്ന് പറയുകയാണെങ്കിൽ N അഥവാ നാച്ചുറൽ നമ്പേഴ്സ് എന്തിന് പെട്ടതാണ്, ഹോൾ നമ്പേഴ്സ് പെട്ടതാണ്. ഓക്കെ, അഥവാ ഹോൾ നമ്പേഴ്സിന് ഒരു 0 ഒഴിവാക്കിയാൽ എന്ത് കിട്ടും, നാച്ചുറൽ നമ്പേഴ്സ് കിട്ടും. പിന്നെ എല്ലാ ഹോൾ നമ്പേഴ്സും എന്താണ്, ഇന്റിജേഴ്സ് ആണ്. പിന്നെ അതാണ് ഇതിന്റെ അർത്ഥം കേട്ടോ. N പിന്നെ ഒരു സീന്റെ മാതിരി ചിഹ്നം കണ്ടില്ലേ, സൈന് കണ്ടില്ലേ, N ആ ചിഹ്നം W, അതിനർത്ഥം എന്താണ്, എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സ് ആണ്. പിന്നെ എല്ലാ ഹോൾ നമ്പേഴ്സും ഇന്റിജേഴ്സ് ആണ്. എല്ലാ ഇന്റിജേഴ്സും റാഷണൽ നമ്പേഴ്സ് ആണ്. എല്ലാ റാഷണൽ നമ്പേഴ്സും റിയൽ നമ്പേഴ്സ് ആണ്. എല്ലാ റിയൽ നമ്പേഴ്സും കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. അപ്പൊ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഏതാണ്, കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. കോംപ്ലക്സ് നമ്പേഴ്സിൽ കുറച്ചെണ്ണം എന്താണ്, റിയൽ നമ്പേഴ്സ് ആണ്.
റിയൽ നമ്പേഴ്സിൽ കുറച്ച് എന്താണ് റാഷണൽ നമ്പേഴ്സ് ആണ്. അതെങ്ങനെ ഈ സൈഡിലേക്കും ഇങ്ങനെ വരും. ഓക്കെ, മനസ്സിലായില്ലേ? അഥവാ മൊത്തത്തിൽ പറഞ്ഞത് എന്താണ്, എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സ് ആണ്, എല്ലാ ഹോൾ നമ്പേഴ്സും ഇന്റിജേഴ്സ് ആണ്, എല്ലാ ഇന്റിജേഴ്സും റാഷണൽ നമ്പേഴ്സ് ആണ്, എല്ലാ റാഷണൽ നമ്പേഴ്സും റിയൽ നമ്പേഴ്സ് ആണ്, എല്ലാ റിയൽ നമ്പേഴ്സും കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. ഓക്കെ, അഥവാ ഈ 6 ടൈപ്പ് ഓഫ് നമ്പർ സെറ്റിന്റെയും ടൈപ്പുകൾ, സ്ട്രക്ചേഴ്സ് നമ്മൾ പഠിച്ചിരിക്കണം. അതിന്റെ ഡെഫിനിഷൻസും ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. അത് തമ്മിലുള്ള റിലേഷൻഷിപ്പുകളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, സെറ്റ് ഓപ്പറേഷൻസ് ഓവർവ്യൂ ആണ്. ഓക്കെ, സെറ്റ് ഓപ്പറേഷൻസ് ഓവർവ്യൂ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ സെറ്റുകൾ ഉപയോഗിച്ച് നമ്മൾ കുറച്ച് നോക്കും ഓപ്പറേഷൻസ് ചെയ്യും. ഓക്കെ, ഓപ്പറേഷൻസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ നമ്പേഴ്സ് വെച്ച് നോക്കും, കൂട്ടലും കുറയ്ക്കലും ഗുണിക്കലും ഹരിക്കലും ഒക്കെ അല്ലേ, അതേ മോഡല് ഈ സെറ്റുകൾ വെച്ചിരുന്നാക്കാൻ പറ്റും, നമുക്ക് കുറച്ച് ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും. ഇനി അതാണ് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. ഇത് ഭയങ്കര സിമ്പിൾ ആണ്. അഥവാ 4 ഓപ്പറേഷൻസ് ആണ് ഉള്ളത്. 1 യൂണിയന്, 2 ഇന്റർസെക്ഷന്, 3 കോംപ്ലിമെന്റ്, 4 ഡിഫറൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നും എന്താക്കാം, അതിന്റെ ഉദാഹരണം അടുക്കുന്നതൊക്കെ പഠിക്കാം. യൂണിയൻ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, 2 സെറ്റുകൾ എന്താക്കുക, കൂട്ടുക. അഥവാ നമ്മൾ സാധാ കൂട്ടുന്നതിന് അഡീഷന് മാതിരിയുള്ള ഒരു സംഭവമാണ് യൂണിയൻ എന്നുള്ളത്. അപ്പൊ ഈ 2 സെറ്റുകൾ എങ്ങനെയാണ് കൂട്ടുക? ഉദാഹരണത്തിന് ഒരു സെറ്റിൽ 2 സെറ്റിലുള്ള എല്ലാ എലമെന്റ്സിനെയും എടുക്കുക, പിന്നെ ഡ്യൂപ്ലിക്കേഷൻ എന്താക്കുക, മൊത്തം ഒഴിവാക്കുക. അതിനെന്ത് പറയാ, യൂണിയൻ എന്ന് പറയാം. അഥവാ യൂണിയൻ എക്സ് യൂണിയൻ വൈ എന്ന് പറയുകയാണെങ്കിൽ എക്സിലുള്ള എല്ലാ എലമെന്റ്സിനെയും എടുക്കും. എലമെന്റ്സ് എന്നുള്ള ഓരോ ഒബ്ജക്റ്റുകൾ. ഉദാഹരണത്തിന് 1, 2 എന്നുള്ള സെറ്റ് ആണെങ്കിൽ 1ഉം 2ഉം ആണ് അതിലെ എലമെന്റ്സ്. ഓക്കെ, അപ്പോ എക്സ് എന്നുള്ള സെറ്റ് എന്താണ്, 1ഉം 2ഉം എന്നുള്ള സെറ്റ് ആണ്. പിന്നെ വൈ എന്നുള്ള സെറ്റിൽ 2ഉം 3ഉം ആണുള്ളത്. അപ്പൊ എക്സ് യൂണിയൻ വൈ എന്നാകുമ്പോ യുണീക്ക് ആയിട്ടുള്ളത്, യുണീക്ക് ആയിട്ട് ഇതിൽ ഏതൊക്കെ ഉള്ളത്, 1ഉം 2ഉം 3ഉം ആണുള്ളത്. ആ 1ഉം 2ഉം 3ഉം എടുക്കും. ഓക്കെ, അപ്പോ എക്സ് യൂണിയൻ വൈ എന്നുള്ളതിന് ആൻസർ എന്താണ്, 1, 2 യൂണിയൻ 2, 3 ആണെങ്കിൽ അതിന്റെ ആൻസർ എന്താണ്, 1, 2, 3 ആണ്. അവിടെ നമ്മൾ എന്താക്കി, 2 എന്നുള്ളത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ രണ്ട് വട്ടം എന്താവൂല, നമ്മൾ 2നെ എടുക്കില്ല. നമ്മൾ എന്ത് എടുക്കുള്ളൂ, യുണീക്ക് ആയിട്ടുള്ളത് മാത്രമേ എടുക്കുള്ളൂ. അപ്പൊ അതിന്റെ ആൻസർ ആയിട്ട് എന്ത് വരും, 1, 2, 3 എന്നുള്ള എലമെന്റ്സ് ഉള്ള സെറ്റ് ആയിരിക്കും അതിന്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, മനസ്സിലായില്ലേ? രണ്ടാമത്തെ ഓപ്പറേഷൻ ആണ് എന്ത്, ഇന്റർസെക്ഷൻ എന്നുള്ളത്. ഇന്റർസെക്ഷൻ എന്നുള്ളത് യൂണിയന്റെ ഒരു എന്താ പറയാ, ഒരു സൈൻ എന്താണ്, ഒരു യു എന്നുള്ളത് എഴുതുന്ന മാതിരിയാണ് യൂണിയന്റെ സൈൻ. ഈ ഇന്റർസെക്ഷന്റെ സൈനോ, ഈ യു തിരിച്ചിട്ടതാണ് എന്ത്, ഇന്റർസെക്ഷന്റെ സൈൻ. അഥവാ എക്സ് ഇന്റർസെക്ഷൻ വൈ എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, ഈ 2 സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സിനെ എഴുതുന്നതിന് എന്ത് പറയാ, ഇന്റർസെക്ഷൻ എന്ന് പറയാം. ഉദാഹരണത്തിന് എക്സ് എന്നുള്ള സെറ്റിൽ 1, 2, 3 ഉള്ള എലമെന്റ്സ് ഉള്ളത്, വൈ എന്നുള്ള സെറ്റിൽ 2, 3, 4 എന്നുള്ള സെറ്റ് എന്ത് എലമെന്റ്സ് ഉള്ളത്. അപ്പൊ എക്സ് ഇന്റർസെക്ഷൻ വൈ എന്ന് പറയുകയാണെങ്കിൽ ഈ 2 സെറ്റിലും കോമൺ ആയിട്ട് ഏതൊക്കെ എലമെന്റ്സ് ഉള്ളത്, 2ഉം 3ഉം ആണ്. അപ്പൊ ഈ 2ഉം 3ഉം ഉള്ള 2, 3ആണ് ഇതിന്റെ എന്ത് ഇന്റർസെക്ഷൻ ആയിട്ട് കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ്. അപ്പൊ ഇതിനെന്ത് പറയാ, ഇന്റർസെക്ഷൻ എന്ന് പറയാം. അപ്പോ എക്സ് ഇന്റർസെക്ഷൻ വൈ എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ ആൻസർ എന്താണ്, 2, 3. അതൊരു സെറ്റ് ആയിട്ട്, സെറ്റ് ബ്രാക്കറ്റ് 2, 3 ബ്രാക്കറ്റ് ക്ലോസ്. ഓക്കെ, ഇതാണ് എന്ത് ഇന്റർസെക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ? ഓക്കെ, ഇനി അടുത്തത് എന്താണ്, കോംപ്ലിമെന്റ് ആണ്. കോംപ്ലിമെന്റ് എന്ന് പറയുകയാണെങ്കിൽ എന്ത്, രണ്ടിലും ഉദാഹരണത്തിന് ഒരു യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് അത്രേ ഉള്ളൂ, ഒരു കോമൺ ആയിട്ട് കുറെ എലമെന്റ്സ് ഉള്ള ഒരു സെറ്റ് ഉണ്ട്. ഉദാഹരണത്തിന് എന്ത്, ഒരു യൂണിവേഴ്സൽ സെറ്റ് ആക്കിയിട്ട് നമ്മൾ 1, 2, 3, 4, 5 ഈ 5 നമ്പേഴ്സ് ഉള്ള ഒരു സെറ്റിന് നമ്മൾ ഒരു യൂണിവേഴ്സൽ സെറ്റ് ആക്കി വെച്ചു. പിന്നെ അതിൽ നിന്ന് കുറച്ച് എലമെന്റ്സ് ഉള്ളതിന്, അഥവാ 1ഉം 2ഉം മാത്രമുള്ളതിന് വേറൊരു സെറ്റ് ആക്കി, ഒരു എക്സ് എന്നുള്ള പേരിൽ വേറൊരു സെറ്റ് ആക്കിയിട്ടും വെച്ചു. പിന്നെന്ത്, ഈ യൂണിവേഴ്സൽ സെറ്റ് ആയ 1, 2, 3, 4, 5 ഇല്ലേ, ഇതിൽ ഉള്ളതും പിന്നെ എക്സിൽ ഇല്ലാത്തതുമായ എന്ത് എലമെന്റ്സ് ഉണ്ടാവൂലേ, അഥവാ സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് കുറയ്ക്കുക, അഥവാ സബ്സ്ട്രാക്ഷൻ. അതേ സംഭവമാണ് ഇവിടെ ചെയ്യുന്നത്. അഥവാ എന്ത്, യൂണിവേഴ്സൽ സെറ്റിന്ന് എക്സ് എന്നുള്ള സെറ്റിനെ കുറച്ചാൽ കിട്ടുന്നതാണ് എന്ത്,
എക്സിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അഥവാ ഈ യൂണിവേഴ്സൽ സെറ്റ് യു എന്നുള്ള സെറ്റിൽ ഏതൊക്കെ ഉള്ളത്? 1, 2, 3, 4, 5 ഈ 5 എലമെന്റ്സ് ആണ് ഉള്ളത്. എക്സ് എന്നുള്ള സെറ്റിൽ 1, 2 എന്ന എലമെന്റ്സ് ആണ് ഉള്ളത്. അപ്പോ കോംപ്ലിമെന്റ് ഓഫ് എക്സ്, എക്സിന് ശേഷം ഒരു അപ്പോസ്ട്രോഫ് ഇട്ടതാണ് എന്ത് കോംപ്ലിമെന്റിന്റെ സൈൻ എന്നുള്ളത്. അപ്പോ കോംപ്ലിമെന്റ് ഓഫ് എക്സ് എന്നുള്ള സെറ്റിൽ ഏതൊക്കെ വരും? ഈ 1, 2, 3, 4, 5 ഒന്നിനെയും രണ്ടിനെയും കുറച്ചാൽ പിന്നെ ഏതൊക്കെ ബാക്കി ഉണ്ടാവുക? 3, 4, 5. അപ്പൊ എന്ത് ഇതാണ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അഥവാ all elements in universal set U that are not in X, X എന്നുള്ള സെറ്റിൽ ഇല്ലാത്ത യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ള എല്ലാ എലമെന്റ്സിനെയും കൂട്ടിയിട്ടുള്ളതിന് എന്ത് പറയാ? കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്, എക്സിന്റെ കോംപ്ലിമെന്റ്. ഇതിന് നാലാമത്തെ സംഭവമാണ് എന്ത്? ഡിഫറൻസ് എന്ന് പറയുന്നത്. ഡിഫറൻസ് പറഞ്ഞാല് എക്സ് മൈനസ് വൈ. എക്സ് ഡിഫറൻസ് വൈ എന്ന് പറയാൻ എന്താണ്? എക്സിലുണ്ട് വൈയിലില്ല. ഓക്കെ, ഉദാഹരണത്തിന് എക്സ് എന്നുള്ള സെറ്റ് എന്താണ്? 1, 2, 3 ആണ്. പിന്നെ വൈ എന്നുള്ള സെറ്റ് എന്താണ്? 2, 3, 4 ആണ്. അപ്പൊ എക്സിൽ ഉണ്ടാവുകയും വൈയിൽ ഇല്ലാതിരിക്കുകയും ചെയ്ത ഏത് എലമെന്റ് ഉള്ളത്? 1 എന്നുള്ള ഒറ്റ എലമെന്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ കോംപ്ലിമെന്റും ഡിഫറൻസും നമ്മൾ ഈ രണ്ട് ഓപ്പറേഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താ? കോംപ്ലിമെന്റിൽ എന്തായിരിക്കണം? ഒന്ന് യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കണം. യൂണിവേഴ്സൽ സെറ്റ് അറിയാണെങ്കിൽ ആ യൂണിവേഴ്സൽ സെറ്റിൽ എല്ലാം ഉണ്ടായിരിക്കണം. എക്സിൽ ഏതൊക്കെ സെറ്റ് ഉണ്ടോ ആ സെറ്റുകളൊക്കെ എന്തായിരിക്കണം? യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ അത് ഡയറക്റ്റ് ഉണ്ട് കുറയ്ക്കലായിരിക്കും. 1, 2, 3, 4, 5 ഒന്നിനെ രണ്ടിനെ ഒഴിവാക്കിയാൽ 3, 4, 5 എന്താക്കും? നമുക്ക് ഡയറക്റ്റ് കിട്ടും. പക്ഷെ ഡിഫറൻസിൽ എന്തുണ്ട്? ഡിഫറൻസിലാകുമ്പോ അതെന്ത് യൂണിവേഴ്സൽ സെറ്റ് ആകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. യൂണിവേഴ്സൽ സെറ്റ് അറിയാണെങ്കിൽ രണ്ടിലും വെവ്വേറെ എന്ത് എലമെന്റ്സ് ഉണ്ടാവാം, ഓവർലാപ്പിംഗ് ഉണ്ടാവാം, ഓവർലാപ്പിംഗ് ഇല്ലാതിരിക്കാം, എന്തും ആവാം. ഉദാഹരണത്തിന് 1, 2, 3 ഒരു സെറ്റാണ്, എക്സ് എന്നുള്ള സെറ്റാണ്. 2, 3, 4 ഉള്ളത് എന്താണ്? വൈ എന്നുള്ള വേറെ സെറ്റാണ്. അപ്പോ എക്സ് എന്നുള്ള സെറ്റ് വൈ എന്നുള്ള സെറ്റ് കുറയ്ക്കുമ്പോ എന്ത് 1, 2, 3 ഇതിൽ 2, 3 എന്താണ്? രണ്ടാമത്തെ വൈ എന്നുള്ള സെറ്റിൽ വരുന്നുണ്ട്. പക്ഷെ 1 വരുന്നുണ്ടോ? 1 വരുന്നില്ല. അപ്പൊ ആൻസർ എന്താണ്? 1 എന്നുള്ള എലമെന്റ്സ് ഉള്ള ആ ഇതിനെന്ത് പറയാ? ആൻസർ ആയിട്ട് വരിക, ഡിഫറൻസ് എന്നുള്ളതിന്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് എന്താണ്? സെറ്റ് ഓപ്പറേഷൻ പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, സെറ്റ് ഓപ്പറേഷൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുകയാണെങ്കിൽ എന്ത്? ഈ സെറ്റ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഈ നമ്മൾ 4 ഓപ്പറേഷൻസ് പഠിച്ചില്ലേ? ഏതൊക്കെയാണ് ഓപ്പറേഷൻസ്? യൂണിയന്, ഇന്റർസെക്ഷന്, പിന്നെ കോംപ്ലിമെന്റ്, ഡിഫറൻസ്. ഈ 4 ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, കുറച്ച് എന്താ പറയാ ഫീച്ചേഴ്സ് ഉണ്ട്. എന്തായിരിക്കും? ശരിയായിരിക്കും. ഈ സംഭവങ്ങളാണ് ഈ സെറ്റ് ഓപ്പറേഷൻ പ്രോപ്പർട്ടീസിൽ നമുക്കിന്ന് പഠിക്കാനുള്ളത്. അതായത് ഫണ്ടമെന്റൽ ലോസ് ആണ്, അഥവാ എല്ലാ സെറ്റ് ഓപ്പറേഷനിലും കണ്ടുവരുന്ന കുറച്ച് ഫണ്ടമെന്റൽ ലോസ് ആണ് എന്ത്? സെറ്റ് ഓപ്പറേഷൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇത് കുറച്ച് ലോ ആണ്, അഥവാ സിമ്പിൾ ആണ്, കാണുമ്പോൾ കുറച്ച് ടഫാന്ന് തോന്നുന്നു. പക്ഷെ ഉദാഹരണം വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ലോകളാണ്. അഥവാ കമ്മ്യൂട്ടേറ്റീവ് ലോ, പിന്നെ അസോസിയേറ്റീവ് ലോ, പിന്നെ ഐഡന്റിറ്റി ലോ, പിന്നെ ഐഡംപൊട്ടന്റ് ലോ എന്നുള്ളത്. കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഇതൊക്കെ പറയുന്നതിന് മുമ്പ് 2 സെറ്റ് ഓഫ് കൈൻഡ് ഓഫ് സെറ്റുകൾ ഉണ്ട്. ഇതിനു മുമ്പ് വിട്ടുപോയതാണ്. ഒന്നാമത്തേത് എന്ത്? നൾ സെറ്റും പിന്നെ എന്ത്? യൂണിവേഴ്സൽ സെറ്റും. യൂണിവേഴ്സൽ സെറ്റ് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അഥവാ എന്ത്? ഒരു സെറ്റില് ഉദാഹരണത്തിന് ഒരു ക്ലാസ്സിലെ കുട്ടികളെ എന്താക്കി, അതിൽ ആൺകുട്ടികളുടെ ഒരു സെറ്റ് എടുത്തു, പെൺകുട്ടികളുടെ ഒരു സെറ്റ് എടുത്തു. എന്നിട്ട് ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും വേറൊരു സെറ്റ് എടുത്തു. അപ്പൊ എന്ത്? ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും സെറ്റ് എന്താണ്? അതൊരു യൂണിവേഴ്സൽ സെറ്റ് ആണ്. അഥവാ അത് എല്ലാ കുട്ടികളുടെയും പേരുള്ളത് കൊണ്ട് അതെന്താണ്? ഒരു യൂണിവേഴ്സൽ സെറ്റ് ആണ്. അതിന്റെ ഒരു സബ്സെറ്റ് ആണ്, അതിന്റെ ഒരു ഭാഗമാണ് എന്ത്? ആൺകുട്ടികളുടെ ഒരു സെറ്റ്. അതിന് വേറൊരു ഭാഗമാണ് എന്ത്? പെൺകുട്ടികളുടെ പേരുള്ള അടുത്ത സെറ്റ്. ഓക്കെ, അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് എന്നുള്ള എന്താണ്? എല്ലാ എലമെന്റ്സും ഉള്ള സെറ്റിനെന്ന് പറയാം യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയാം. ആ യൂണിവേഴ്സൽ സെറ്റിന്റെ കുറച്ചെണ്ണുള്ളതിന് എന്ത് പറയാ? സബ്സെറ്റ് എന്ന് പറയാം. ഓക്കെ, പിന്നെ നൾ സെറ്റ് എന്ന് പറയുകയാണെങ്കിൽ അതിനർത്ഥം എന്താണ്?
ഒറ്റ എലമെന്റ്സും ഉള്ള അഥവാ ബ്രാക്കറ്റ് ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ് അതിനെന്ത് പറയാ നൾ സെറ്റ് എന്ന് പറയാ. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ അതെന്താകും, ഈ നൾ സെറ്റും യൂണിവേഴ്സൽ സെറ്റും ഒക്കെ എന്താകും ഇനി നമ്മൾ പറയാൻ പോകുന്ന വിശദീകരിക്കാൻ പോകുന്ന ഈ സെറ്റ് ഓപ്പറേഷൻ പ്രോപ്പർട്ടീസ് അതല്ലെങ്കിൽ ലോകൾ എന്താക്കും ഇത് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ഞാൻ ഒന്നുകൂടി എന്താക്കിയത് നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാകുന്ന രീതിയിൽ ആദ്യമേ പറഞ്ഞു വെച്ചത്. ഓക്കെ, ഇനി നമുക്ക് എന്താക്കാം ഓരോ ലോകൾ എന്താക്കാൻ നമുക്ക് പഠിക്കാം. ആദ്യത്തേത് എന്താണ്, കമ്മ്യൂട്ടേറ്റീവ് ലോ. കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയുകയാണെങ്കിൽ എക്സ് യൂണിയൻ വൈ, എക്സ് യൂണിയൻ വൈ എന്ന് പറയുകയാണെങ്കിലും വൈ യൂണിയൻ എക്സ് എന്ന് പറയുകയാണെങ്കിലും എന്താണ് സെയിം ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താക്കാം ഒരു ഉദാഹരണം വെച്ച് നോക്കാം. അഥവാ സെറ്റ് എയിൽ എന്ത് 1, 2 എന്നുള്ള എലമെന്റ്സ് ഉണ്ട്, സെറ്റ് ബിയിൽ 2, 3 എന്നുള്ള എലമെന്റ്സ് ഉണ്ട്. അപ്പോ എ യൂണിയൻ ബി എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും 1, 2, 3 ആയിരിക്കും. പിന്നെ ബി യൂണിയൻ എ എന്ന് പറയുകയാണെങ്കിലും 1, 2, 3 ആയിരിക്കും. രണ്ടും സെയിം അല്ലേ? അപ്പോ എക്സ് യൂണിയൻ എ എന്ന് പറയാ വൈ എന്ന് പറയുകയാണെങ്കിലും വൈ യൂണിയൻ എക്സ് എന്ന് പറയുകയാണെങ്കിലും എന്താണ് സെയിം ആണ്. ഓക്കെ, അതേ മോഡൽ തന്നെയാണ് എന്ത് എക്സ് ഇന്റർസെക്ഷൻ വൈ എന്ന് പറയുകയാണെങ്കിലും വൈ ഇന്റർസെക്ഷൻ എക്സ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ് സെയിം ആയിരിക്കും എന്നുള്ള. അഥവാ ഇതിന് പറയുന്ന പേരാണ് എന്ത് കമ്മ്യൂട്ടേറ്റീവ് ലോ എന്നുള്ളത്. രണ്ടാമത്തേതാണ് എന്ത് അസോസിയേറ്റീവ് ലോ. അസോസിയേറ്റീവ് ലോ എന്ന് പറയുകയാണെങ്കിൽ ബ്രാക്കറ്റിൽ എക്സ് യൂണിയൻ വൈ ബ്രാക്കറ്റ് ക്ലോസ് യൂണിയൻ സെഡും എക്സ് യൂണിയൻ ബ്രാക്കറ്റിൽ വൈ യൂണിയൻ സെഡ് എന്ന് പറയുന്നത് എന്താണ് സെയിം ആണ്. ഇത് സിമ്പിൾ തന്നെയാണ്. ഉദാഹരണത്തിന് എന്ത് ഒരു സെറ്റ് എയിൽ 1 എന്നുള്ള എലമെന്റ് ഉണ്ട്, സെറ്റ് ബിയിൽ 2 എന്നുള്ള ഒറ്റ എലമെന്റ് ഉണ്ട്, സെറ്റ് സിയിൽ 3 എന്നുള്ള ഒറ്റ എലമെന്റ് ഉണ്ട്. അപ്പോൾ എ യൂണിയൻ ബി യൂണിയൻ സി എന്നുള്ളതും എ യൂണിയൻ ബ്രാക്കറ്റിൽ ബി യൂണിയൻ സി എന്നുള്ളതും രണ്ടും എന്താണ് അതിന്റെ ആൻസർ എന്തായിരിക്കും 1, 2, 3 എന്നുള്ള സെറ്റ് എലമെന്റ്സ് ഉള്ള സെറ്റ് ആയിരിക്കും ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. അപ്പൊ എക്സ് യൂണിയൻ വൈ ബ്രാക്കറ്റ് യൂണിയൻ സെഡ് എന്നുള്ളതും എക്സ് യൂണിയൻ ബ്രാക്കറ്റിൽ വൈ യൂണിയൻ സെഡ് എന്നുള്ളത് അത് രണ്ടും എന്താണ് സെയിം ആണ്. ഇത് എന്ത് പറയാം അസോസിയേറ്റീവ് ലോ എന്ന് പറയാം. ഇനി മൂന്നാമത്തെ ലോ ആണ് എന്ത് ഐഡന്റിറ്റി ലോ എന്നുള്ളത്. ഐഡന്റിറ്റി ലോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആണ്. അഥവാ എന്ത് ഏത് സെറ്റിലേക്കും ഒരു നൾ സെറ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കും അതേ സെറ്റ് തന്നെയായിരിക്കും കിട്ടുക. സിമ്പിൾ തന്നെയാണ്. അഥവാ 1, 2 എന്നുള്ള ഒരു സെറ്റ് അതാണ് സെറ്റ് എ. അതിലേക്ക് എന്താക്കി ഒരു നൾ സെറ്റ്, നൾ സെറ്റ് എന്താണ് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു എന്താണ് അതൊരു ഒറ്റ എലമെന്റ്സും ഇല്ലാത്ത സെറ്റ് എന്ത് പറയാ നൾ സെറ്റ് എന്ന് പറയാം. അപ്പോ ആ നൾ സെറ്റ് ആഡ് ചെയ്താൽ എന്തായിരിക്കും അതിന് ആൻസർ വരിക അതേ സെറ്റ് തന്നെ ആയിരിക്കും. ആ സെറ്റ് എ തന്നെയായിരിക്കും എന്താവുക അതിന്റെ ആൻസർ ആയിട്ട് വരിക. പിന്നെ എക്സ് ഇന്റർസെക്ഷൻ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുകയാണെങ്കിലോ ഇന്റർസെക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ അത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന സെറ്റ് എലമെന്റ്സ് ഉള്ളതാണെന്ന് പറയാ ഇന്റർസെക്ഷൻ എന്ന് പറയാം. ഇപ്പൊ എക്സ് ഇന്റർസെക്ഷൻ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുകയാണെങ്കിൽ അതെന്തായിരിക്കും എക്സ് തന്നെയായിരിക്കും എന്താവുക ആൻസർ വരിക. ഉദാഹരണത്തിന് ക്ലാസ്സിലെ പെൺകുട്ടികളുടെ പേരുള്ള ഒരു സെറ്റും ക്ലാസ്സിലെ എല്ലാ ആൺകുട്ടികളുടെ പേരുള്ള ഒരു സെറ്റും. ഇവിടെ എന്ത് എക്സ് എന്നുള്ള എന്താണ് ക്ലാസ്സിലെ പെൺകുട്ടികളുടെ പേരുള്ള ഒരു സെറ്റാണ്. പിന്നെ ഈ യൂണിവേഴ്സൽ സെറ്റ് പറയുകയാണെങ്കിൽ ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും പേരുള്ള സെറ്റാണ് എന്ത് യൂണിവേഴ്സൽ സെറ്റ്. അപ്പൊ എക്സ് ഇന്റർസെക്ഷൻ യു യൂണിവേഴ്സൽ സെറ്റ് അഥവാ പെൺകുട്ടികളുടെ പേരുള്ള ഒരു സെറ്റും ഉണ്ട്, എല്ലാ കുട്ടികളുടെ പേരുള്ള യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്. അപ്പൊ ഇന്റർസെക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇത് രണ്ടിലും കോമൺ ആയിട്ടുള്ള ആൾക്കാർ, രണ്ടിലും കോമൺ ആയ ആൾക്കാരുള്ള പേര് ഏതാണ് പെൺകുട്ടികളുടെ പേരുള്ള സെറ്റാണ്. അതെന്നാണ് എന്ത് എക്സ് എന്നുള്ളത്. അഥവാ എക്സ് ഇന്റർസെക്ഷൻ യൂണിവേഴ്സൽ സെറ്റ് എപ്പോഴും എന്തായിരിക്കും ആൻസർ വരിക എക്സ് തന്നെയായിരിക്കും ആൻസർ വരിക. ഇതിനാണ് എന്ത് പറയുക ഐഡന്റിറ്റി ലോ എന്ന് പറയാം. ഓക്കെ, മനസ്സിലായില്ലേ? ഈ നാലാമത്തെ ലോ ആണ് എന്ത് ഐഡംപൊട്ടന്റ് ലോ എന്നുള്ളത്. ഐഡംപൊട്ടന്റ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് യൂണിയൻ എക്സ് അഥവാ ഒരേ സെറ്റ് കൂട്ടുകയാണെങ്കിൽ എന്തായിരിക്കും ആൻസർ വരിക യൂണിയൻ ചെയ്യുകയാണെങ്കിൽ സെയിം സെറ്റ് തന്നെയായിരിക്കും അതിന് ആൻസർ വരിക. എക്സ് യൂണിയൻ എക്സ് എന്ന് പറയുകയാണെങ്കിൽ എക്സ് തന്നെ ആയിരിക്കും വരിക. ഉദാഹരണത്തിന് ഒരു സെറ്റിൽ 1, 2 ആ ഉള്ളത്, ആ സെറ്റ് 2 വട്ടം ആക്കി യൂണിയൻ ചെയ്തായിരിക്കും അപ്പോ ഈ ഡ്യൂപ്ലിക്കേറ്റ് ആകുമല്ലോ. ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ നമ്മൾ എന്താക്കും ഒഴിവാക്കും. അപ്പൊ എന്തായിരിക്കും സെയിം സെറ്റ് തന്നെയായിരിക്കും അതിന് ആൻസർ വരിക. പിന്നെ എക്സ് ഇന്റർസെക്ഷൻ എക്സ് എന്ന് പറയുകയാണെങ്കിലും എക്സ് തന്നെയായിരിക്കും ആൻസർ വരിക. ഇതിനെന്ത് പറയാം ഐഡംപൊട്ടന്റ് ലോ എന്ന് പറയാം. അപ്പൊ ഈ 4 പ്രധാനപ്പെട്ട ലോ ആണ് അതല്ലെങ്കിൽ സെറ്റ് ഓപ്പറേഷൻ പ്രോപ്പർട്ടീസ് ആണ് നിങ്ങൾക്ക് പഠിച്ചു വെക്കാനുള്ളത്. ഒന്നാമത്തേത്
കമ്മ്യൂട്ടേറ്റീവിലോ അസോസിയേറ്റീവിലോ ഐഡന്റിറ്റിയിലോ പിന്നെ ഐഡംപൊട്ടന്റിലോ ഈ 4 ലോകളും മനസ്സിലാക്കി അതിനൊരു ഉദാഹരണം സിമ്പിൾ ആണ് അതിന്റെ ഉദാഹരണം അതിന്റെ ഡെഫിനിഷനും നിങ്ങൾ എന്താക്കണം പഠിച്ചു വെക്കണം. ഇത് എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിന് പുറമെ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട 2 ലോകളാണ് എന്ത് ഡിമോർഗൻസ് ലോ. ഇത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. ഇത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതിൽ പറയുന്നത് എന്താണ് എക്സ് യൂണിയൻ വൈ പിന്നെ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എക്സ് കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ വൈ കോംപ്ലിമെന്റ്. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു ഉദാഹരണം ഇവിടെ പറയുന്നുണ്ട്. യൂണിവേഴ്സൽ സെറ്റിൽ 1 2 3 4 5 എന്നുള്ള എലമെന്റ്സ് ഉള്ളത്. പിന്നെ എക്സ് എന്നുള്ള സെറ്റിൽ 1 2 ഉള്ളത്. പിന്നെ വൈ എന്നുള്ള സെറ്റിൽ 2 3 ആണുള്ളത്. ഓക്കെ, അപ്പോ എക്സ് യൂണിയൻ വൈ എന്ന് പറയുകയാണെങ്കിൽ എന്താണ് എക്സിലും വൈയിലും രണ്ടിലും കൂടി യൂണിയൻ ചെയ്തത് അഥവാ 1 2 2 3. അപ്പൊ ഇതിന്റെ എക്സ് യൂണിയൻ വൈ ഏതായിരിക്കും 1 2 3 ആയിരിക്കും. ഓക്കെ, എക്സ് യൂണിയൻ വൈ എന്നുള്ളതിന്റെ ആൻസർ 1 2 3 ആയിരിക്കും. അപ്പൊ എക്സ് യൂണിയൻ വൈന്റെ കോംപ്ലിമെന്റ് എടുക്കുകയാണെങ്കിലോ അതിനർത്ഥം എന്താണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് ഈ എക്സ് യൂണിയൻ വൈ ആയ ഈ 1 2 3 കുറയ്ക്കുക. അഥവാ 1 2 3 4 5 എന്നുള്ളതാണ് യൂണിവേഴ്സൽ സെറ്റ്. അതിന്ന് ഈ 1 2 3 ഒഴിവാക്കിയാൽ പിന്നെ ബാക്കിയുള്ളതാണ് എന്ത് 4 5. അപ്പൊ അതാണ് എന്ത് അതിന്റെ ആൻസർ എക്സ് യൂണിയൻ വൈന്റെ കോംപ്ലിമെന്റ്. അപ്പൊ ഈ 4 5 ആയിരിക്കും എന്താ ആൻസർ കിട്ടുക. ഇതേ 4 5 ആയിരിക്കും എപ്പോഴും ആൻസർ കിട്ടുക എക്സ് കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ വൈ കോംപ്ലിമെന്റ് എന്ന് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇതേ ആൻസർ ആയിരിക്കും കിട്ടുക. ഓക്കെ, അഥവാ എക്സ് കോംപ്ലിമെന്റ് എന്താണ് 1 2 ആണ് എക്സ്. അപ്പൊ എക്സിന്റെ കോംപ്ലിമെന്റ് 3 4 5 ആയിരിക്കും. പിന്നെ വൈ എന്നുള്ളത് എന്താണ് 2 3 ആണ്. അപ്പൊ അതിന്റെ വൈന്റെ കോംപ്ലിമെന്റ് എന്തായിരിക്കും 1 4 5 ആയിരിക്കും. അപ്പൊ എക്സ് കോംപ്ലിമെന്റിന്റെയും വൈ കോംപ്ലിമെന്റിന്റെയും ഇന്റർസെക്ഷൻ അഥവാ രണ്ടിലും കോമൺ ആയി വന്നത് അഥവാ 3 4 5 ഉണ്ട് 1 4 5 ഉണ്ട്. ഇത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് ഏതാണ് 4 5 ആണ്. അപ്പോ എക്സ് അപ്പൊ അതിന്റെ ആൻസർ എന്താണ് വരുന്നത് 4 5 ആണ് വരുന്നത്. അഥവാ ആദ്യത്തെ ഭാഗമായ എക്സ് യൂണിയൻ വൈ ഓൾ കോംപ്ലിമെന്റും എക്സ് കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ വൈ കോംപ്ലിമെന്റ് എന്തായിരിക്കും സെയിം ആൻസേഴ്സ് ആയിരിക്കും വരിക. ഇതിനെന്ത് പറയാ ഡിമോർഗൻസ് ലോന്റെ ആദ്യത്തെ ലോ. രണ്ടാമത്തെ ലോ ആണ് എന്ത് എക്സ് ഇന്റർസെക്ഷൻ വൈ ഓൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എക്സ് കോംപ്ലിമെന്റ് യൂണിയൻ വൈ കോംപ്ലിമെന്റ്. ഓക്കെ, അഥവാ ഒരു ഉദാഹരണം സെയിം ഉദാഹരണം എടുക്കുകയാണെങ്കിൽ എന്താണ് എക്സ് ഇന്റർസെക്ഷൻ വൈ എന്ന് പറയുകയാണെങ്കിൽ എക്സിന്റെ ഇന്റർസെക്ഷൻ ഏതൊക്കെയാണ് 1 2 ആണ് എക്സ്. അപ്പൊ എക്സിന്റെ ഇന്റർസെക്ഷൻ ഏതായിരിക്കും 3 4 5 ആയിരിക്കും. പിന്നെ വൈന്റെ എക്സ് കോംപ്ലിമെന്റ് വൈ ആണല്ലേ. ഓക്കെ, എക്സ് 1 2 ആണ് വൈ 2 3 ആണ്. അപ്പൊ രണ്ടിലും കോമൺ ആയിട്ടുള്ള ഏതാണ് 2 ആണുള്ളത്. 1 2 എന്നുള്ളതാണ് എക്സ് 2 3 എന്നുള്ളതാണ് വൈ. അപ്പൊ രണ്ടിലും കോമൺ ആയിട്ടുള്ള ഏതാണ് 2 ആണ്. അപ്പൊ എക്സ് ഇന്റർസെക്ഷൻ വൈ എന്നുള്ളതിന്റെ ആൻസർ 2 ആണ്. ഈ രണ്ടിന്റെ കോംപ്ലിമെന്റ് എത്രയായിരിക്കും 1 3 4 5. ഈ 4 എലമെന്റ്സ് ആയിരിക്കും എന്ത് എക്സ് ഇന്റർസെക്ഷൻ വൈ എന്നുള്ളതിന്റെ കോംപ്ലിമെന്റ്. ഓക്കെ, ഇതേ 1 3 4 5 ആയിരിക്കും നമുക്ക് എപ്പോഴും ആൻസർ കിട്ടുക എക്സ് കോംപ്ലിമെന്റ് യൂണിയൻ വൈ കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ നമുക്ക് ഇതേ ആൻസർ ആയിരിക്കും കിട്ടുക. എക്സ് കോംപ്ലിമെന്റ് എത്രയാണ് എക്സ് 1 2 ആണ്. അപ്പൊ എക്സിന്റെ കോംപ്ലിമെന്റ് 3 4 5 ആയിരിക്കും. പിന്നെ വൈ എന്നുള്ളത് എന്താണ് 2 3 ആണ്. അപ്പൊ വൈന്റെ കോംപ്ലിമെന്റ് 1 4 5 ആയിരിക്കും. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും യൂണിയൻ ആൻസർ ആയിട്ട് എത്ര ആയിരിക്കും കിട്ടുക 1 3 4 5 ആയിരിക്കും ആൻസർ കിട്ടുക. അഥവാ ഈ സംഭവത്തിലും ആൻസേഴ്സ് സെയിം ആയിരിക്കും. അപ്പൊ ഈ 2 ലോ ആണ് ഈ ഡിമോർഗൻസിന്റെ ലോ ആയിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ ഈ 2 ലോകളും എന്താക്കുക ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇതും എന്ത് ഉദാഹരണം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ചിലപ്പോഴേ പരീക്ഷയ്ക്ക് വരുള്ളൂ. പക്ഷെ എന്താക്കുക പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് എന്താണ് റിലേഷൻസ് ഫങ്ഷൻസ് ഫണ്ടമെന്റൽസ് ആണ്. ഓക്കെ, അഥവാ ഈ സെറ്റുകൾ എങ്ങനെയാണ് പരസ്പരം കണക്ട് ആവുക അതല്ലെങ്കിൽ അതിന്റെ ഓർഡേർഡ് ആയിട്ടുള്ള പെയേഴ്സ് അഥവാ ജോഡികള് അതിന്റെ ഫങ്ഷണൽ റിലേഷൻഷിപ്പുകള് ഇതൊക്കെയാണ് എന്ത് നമുക്കിന്ന് ഇതിൽ പഠിക്കാന്നുള്ളത്.
ഓക്കെ, അഥവാ അതിൽ കുറച്ച് 5 കൺസെപ്റ്റുകൾ ഉണ്ട്. ഒന്നാമത്തേത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്, പിന്നെ രണ്ടാമത്തേത് റിലേഷന്, മൂന്നാമത്തേത് ഡൊമൈന്, നാലാമത്തേത് റേഞ്ച്, അഞ്ചാമത്തേത് ഫങ്ഷൻ. ഓക്കെ, ഇതില് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, എല്ലാ ഓർഡേർഡ് ആയിട്ടുള്ള പേഴ്സിനാണ് ഉദാഹരണം അറിയിക്കുന്നത്. അഥവാ അത് 2 സെറ്റുകൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഉദാഹരണത്തിന് 2 സെറ്റുകൾ ഉണ്ട്, 1, 2 എന്നുള്ള സെറ്റ് ഉണ്ട്, പിന്നെ എ ബി എന്നുള്ള സെറ്റുകളുണ്ട്. ഓക്കെ, നമ്മളിങ്ങനെ സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി. നമ്മളൊരു ഹോട്ടലിൽ പോവുകയാണ്, ഹോട്ടലില് കഴിക്കാൻ പൊറാട്ട ഉണ്ടാകും, ചപ്പാത്തി ഉണ്ടാകും, ചോറുണ്ടാകും. അതൊക്കെ ഒരു മെയിൻ ഡിഷ് ആയിട്ട്. പിന്നെ കറികൾ വേറെ കുറച്ച് സെറ്റുകൾ ഉണ്ടാകും. ഇതൊന്ന് മെയിൻ ഡിഷിന്റെ ഒരു സെറ്റാണ്, പൊറാട്ടയും ചപ്പാത്തിയും ചോറും. ഇത് ഒരു സെറ്റാണ് മീലായിട്ട്. പിന്നെ അടുത്ത സെറ്റ് കറിന്റെ ഒരു സെറ്റാണ് എന്ത്, കോഴിക്കറി, മീൻകറി, പച്ചക്കറി. ഓക്കെ, ഇത് വേറെ സെറ്റാണ്. അപ്പൊ നമുക്ക് എന്താക്കാം, ഈ 3 സെറ്റുകൾ തമ്മിൽ പല രീതിയിൽ ഉണ്ടാക്കാം, നമുക്ക് കോംബോകൾ ഉണ്ടാക്കാം. അഥവാ ചോറിന്റെ ഒപ്പം പച്ചക്കറി കൂട്ടാം, മീൻകറി കൂട്ടാം, കോഴിക്കറി കൂട്ടാം. ഓക്കെ, അപ്പൊ അതൊരു 3 കോംബോ ആയി. പിന്നെ പൊറാട്ടന്റെ ഒപ്പവും പച്ചക്കറിയും മീൻകറിയും കോഴിക്കറിയും കൂട്ടാം, അത് വേറെ 3 കോംബോ ആയി. പിന്നെ ചപ്പാത്തിന്റെ ഒപ്പവും ഈ 3 കറികൾ കൂട്ടാം. അപ്പൊ മൊത്തത്തിലായി 9 കോംബോ ആയി, അതല്ലെങ്കിൽ 9 ജോഡികളായി. അപ്പൊ അതേ സംഭവം അതിനെന്ത് പറയാം, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയാം. അഥവാ 2 സെറ്റുകൾ ഉണ്ടാക്കുക, അതിനെ പരസ്പരം മൾട്ടിപ്പിൾ ചെയ്തിട്ട് അതിൽ വരുന്ന എല്ലാ കോംബോയെയും ഐഡന്റിഫൈ ചെയ്യുന്നതിന് എന്ത് പറയാ, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയാം. ഒരു ഉദാഹരണം എന്താണ്, 1, 2 എന്നുള്ള ഒരു സെറ്റ് ഉണ്ട്, എ ബി എന്നുള്ള വേറെ സെറ്റ് ഉണ്ട്. അപ്പൊ അതിൽ വരുന്ന ആൻസേഴ്സ് അത് രണ്ടും മൾട്ടിപ്പിൾ ചെയ്താൽ അതിന്റെ ആൻസേഴ്സ് എന്തായിരിക്കും വരിക, 1A അതൊരു കോംബോ ഒരു ജോഡിയാണ്, 1B അത് അടുത്ത ജോഡിയാണ്, 2A എന്നുള്ള അടുത്ത ജോഡിയാണ്, 2B എന്നുള്ള അടുത്ത ജോഡിയാണ്. എല്ലാ ജോഡികളും കൂടി ചേർന്നതിന് എന്ത് പറയാ, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയാം. ഓക്കെ, ഈ രണ്ടാമത്തെ റിലേഷൻ, രണ്ടാമത്തെ കൺസെപ്റ്റ് ആണ് റിലേഷൻ. റിലേഷൻ എന്ന് പറഞ്ഞതാണ് എ സബ്സെറ്റ് ഓഫ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ആണ്. അഥവാ ഈ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ എന്ത് ഒരു സബ്സെറ്റ് ആണ്. ഉദാഹരണത്തിന് ഒരു സ്റ്റുഡന്റുകളുണ്ട്, കുറച്ച് കുട്ടികളുണ്ട് ഒരു ക്ലാസ്സിൽ, അവരുടെ മാർക്കും ഉണ്ട്, അതല്ലെങ്കിൽ ഗ്രേഡുകളും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അഥവാ ഒരു കുട്ടിക്ക് ഒരു മാർക്കായിരിക്കും, വേറെ കുട്ടിക്ക് അവന്റെ മാർക്കായിരിക്കും. അപ്പൊ ഈ കുട്ടി ആ കുട്ടീന്റെ മാർക്ക്, അപ്പൊ എന്ത്, ആ കുട്ടീന്റെയും മാർക്കിന്റെ തമ്മിൽ അതിൽ എന്തുണ്ട്, ഒരു റിലേഷൻ ഉണ്ട്, ഒരു ബന്ധമുണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ട്. അതിനെന്ത് പറയാ, റിലേഷൻ എന്നുള്ള കൺസെപ്റ്റ് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ കൺസെപ്റ്റ് ആണ് ഡൊമൈൻ എന്നുള്ളത്. അഥവാ ഈ ഓർഡർ ആയിട്ടുള്ള പേഴ്സ് ഉണ്ടാകും, ജോഡികൾ ഉണ്ടാകും. അതിൽ ആദ്യത്തെ എലമെന്റ്സ്, ഉദാഹരണത്തിന് ഒരു കുട്ടീന്റെ മാർക്ക്. അപ്പൊ ഇതിലെന്ത്, കുട്ടീന്റെ പേര്, ആ സ്റ്റുഡന്റിന്റെ നെയിമാണ് എന്ത് ഇവിടെ ഡൊമൈൻ ആയിട്ട് വരുന്നത്. അഥവാ അതാണ് എന്ത്, ഇൻപുട്ട് വേരിയബിൾ. അഥവാ കുട്ടീന്റെ പേരൊക്കെ ആദ്യമേ അവിടെ ഫിക്സ്ഡ് ആയിട്ട് ഉണ്ടാകും. പിന്നെ അതിലെന്ത്, ഔട്ട്പുട്ട് ആയിട്ട് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് എന്താണ്, കുട്ടിന്റെ മാർക്ക്. നമുക്ക് കുട്ടിക്ക് മാർക്ക് കിട്ടുമ്പോൾ നമ്മൾ അക്കൗണ്ടിലേക്ക് എൻട്രി ചെയ്യാം. അപ്പൊ ആ കുട്ടിന്റെ ഗ്രേഡ് എന്തായിരിക്കും, അത് റേഞ്ച് ആണ്. അഥവാ ആദ്യത്തെ കോളം ഡൊമൈൻ ആയിരിക്കും, രണ്ടാമത്തത് കോളം റേഞ്ച് ആയിരിക്കും. അഥവാ ഒരു കുട്ടിന്റെ മാർക്കും പേരും മാർക്കും എന്നുള്ള ഒരു സെറ്റ് ആണെങ്കിൽ ആദ്യത്തെ എലമെന്റ്സ് എന്തായിരിക്കും, അതൊരു ഡൊമൈൻ ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ എലമെന്റ് അത് റേഞ്ച് ആയിരിക്കും. ഓക്കെ, മനസ്സിലായില്ലേ? പിന്നെ അഞ്ചാമത്തെ കൺസെപ്റ്റ് ആണ് എന്ത്, ഫംഗ്ഷൻ എന്നുള്ള കൺസെപ്റ്റ്. ഓക്കെ, ഈ ഫംഗ്ഷൻ എന്നുള്ള കൺസെപ്റ്റ് പറയുന്നത് എന്താണ്, ഒരു ഇൻപുട്ട് എടുക്കുക, അതിനൊന്ന് പ്രോസസ് ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് കൊടുക്കുക. ഓക്കെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഉദാഹരണം, അഥവാ എന്ത്, ഡിപ്രഷന്റെയും കുട്ടികളുടെ മാർക്കിന്റെ ഇടയിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അഥവാ ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന ഡിപ്രഷന്റെ അതൊരു ഇൻപുട്ട് ആയിട്ട് കിട്ടുകയാണെങ്കിൽ ആ കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് വെക്കാൻ പറ്റും, നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഡിപ്രഷന്റെയും മാർക്കിന്റെ ഇടയിലുള്ള ബന്ധത്തെ ഒരു ഫോർമുല ആയി എഴുതുന്നതിന് എന്ത് പറയാ, ഒരു ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ 5 കൺസെപ്റ്റുകളാണ് നമുക്ക് എന്ത് ഇതില് പറയാനുള്ളത്. ഓക്കെ, മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലാസ്സിലെ എല്ലാ
സംഭവങ്ങളും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഓക്കെ 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 താങ്ക് യു.